ദൂർത്ത് നടത്താൻ വേണ്ടി ശബരിമല ഉപയോഗിച്ച പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ്. 9.5 വർഷമായി ശബരിമലയ്ക്കോ ശബരിമലയിലെ തീർത്ഥാടകർക്കോ വേണ്ടി ചെറുവിരൽ അനക്കാത്ത പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾ വമ്പൻ തട്ടിപ്പിന്റെ അടയാളം തന്നെയാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസികളുടെ ബഹുജനങ്ങളുടെ പിന്തുണ ലഭിക്കാതെയുള്ള സംഗമം ശബരിമലയുടെ വിശ്വാസത്തെ തന്നെ തകർക്കാൻ ശ്രമിച്ചവർ ആസൂത്രണം ചെയ്യുക എന്നത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നത് വ്യക്തമാണ്. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ശബരിമലയെ എങ്ങനെ തകർക്കണമെന്ന ഗവേഷണം നടത്തിയതിനു ശേഷമാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകളിൽ നിന്നും കൃത്യവും വ്യക്തവുമാണ്. ശബരിമല വിഷയം പുറത്തു വന്നത് മുതൽ തെരുവിൽ ഇറങ്ങിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രധാന ലക്ഷ്യം സ്വർണ്ണക്കൊള്ളയുടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം എന്നായിരുന്നു. ആ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് കേസിൽ ഇത്ര പെട്ടെന്ന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനുള്ള കാരണമായതും. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ലാത്തി ചാർജിൽ ഇരയാകുകയും വനിതാ നേതാക്കളടക്കം ജയിലിൽ കഴിയേണ്ടി വന്ന സാഹചര്യവും കോൺഗ്രസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒക്കെ ആകെ തുക തന്നെയാണ് പോറ്റിയുടെ അറസ്റ്റും. ശബരിമല യുവതി പ്രവേശനത്തെ അന്ന് BJP പ്രക്ഷോഭങ്ങൾ അതിരുകടന്നുവെങ്കിൽ ഇന്ന് ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും ഉൾപ്പെടെ നഷ്ടപ്പെട്ട അവയുടെ പവിത്രത ആകമാനം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ BJP-യും RSS-ഉം മാളത്തിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇത് CPM BJP അന്തർധാരയാണ് വെളിവാക്കുന്നത്. തങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ബലം നൽകുന്ന തന്നെയാണ് BJP-യുടെ മൗനമെന്നത് കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. 10 വോട്ട് കിട്ടാൻ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ ആയുധമാക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറയുകയാണ്. എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടി എല്ലാ മതങ്ങളോടുമൊപ്പം അവരുടെ വിശ്വാസ സംരക്ഷണത്തിനായി ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ വ്യക്തമാക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നവർക്കും ഒരു പാഠം കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കോൺഗ്രസ് ഭരണകാലത്ത് ഇത്തരം ഒരു ഗുരുതര ആരോപണം ഉണ്ടായിരുന്നില്ല എന്നും ശബരിമലയുടെ മാനുവലിന് എതിരായി UDF-ന്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന തീരുമാനം തന്നെയാണ് കോൺഗ്രസിന് പറയാനുള്ളത്. G. സുധാകരന്റെ കാലത്തിന് പിന്നാലെ വന്ന CPM നേതൃത്വങ്ങൾ ശബരിമല കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചപ്പോൾ പ്രതിഷേധങ്ങളിലൂടെ അവയ്ക്ക് പരിഹാരം കാണുവാനുള്ള കോൺഗ്രസിന്റെ കൂട്ടായ പ്രവർത്തനങ്ങൾ എക്കാലവും അഭിനന്ദനം അർഹിക്കുന്നതാണ്.